പ്രധാന വാർത്തകൾ, ആദ്യം പ്രധാന തലക്കെട്ടുകൾ. പോലീസിനെ ബോംബെറിഞ്ഞ കേസിൽ CPM സ്ഥാനാർത്ഥിക്ക് തടവു ശിക്ഷ. പയ്യന്നൂരിലെ സ്ഥാനാർത്ഥി VK നിഷാദിനാണ് 20 വർഷം തടവു ശിക്ഷ. ഏറെ കോളിളക്കം സൃഷ്ടിച്ച നടിയെ ആക്രമിച്ച കേസിലെ വിധി ഡിസംബർ 8-ന് പ്രഖ്യാപിക്കും. ശബരിമലയിൽ വൻ ഭക്തജനത്തിരക്ക്. ശരംകുത്തി മുതൽ സന്നിധാനം വരെ മണിക്കൂറുകൾ നീണ്ട നിരയാണ് ദൃശ്യമാകുന്നത്. എത്യോപ്യയിലെ അഗ്നിപർവ്വത സ്ഫോടനത്തിൽ നിന്നുണ്ടാകുന്ന ചാരമേഘങ്ങൾ ഇന്ത്യൻ വിമാന സർവീസുകളെ പ്രതിസന്ധിയിലാക്കി. കോഴിക്കോട് സ്വദേശിയായ വ്യവസായി മാമിയെ കാണാതായി 1 വർഷം പിന്നിടുമ്പോൾ അന്വേഷണത്തിൽ പുരോഗതിയില്ലെന്നാരോപിച്ച് കുടുംബം രംഗത്ത്. വാർത്തകൾ വിശദമായി. പോലീസിനെ ബോംബെറിഞ്ഞ കേസിൽ CPM സ്ഥാനാർത്ഥിക്ക് തടവു ശിക്ഷ. പയ്യന്നൂരിലെ സ്ഥാനാർത്ഥി VK നിഷാദിനാണ് 20 വർഷം തടവു ശിക്ഷ. കൂടാതെ 2.5 ലക്ഷം രൂപ പിഴയും അടയ്ക്കണമെന്ന് വിധി പ്രഖ്യാപിച്ച് തളിപ്പറമ്പ് അഡീഷണൽ ജില്ലാ സെഷൻ കോടതി. 2012 ഓഗസ്റ്റ് 1-ന് പോലീസിന് നേരെ DYFI പ്രവർത്തകർ ബോംബെറിഞ്ഞ കേസിൽ പ്രതിയായിരുന്ന VK നിഷാദ്, TC നന്ദകുമാർ എന്നിങ്ങനെ ഇരുവർക്കുമെതിരെയാണ് ഇപ്പോൾ കേസ്. 20 വർഷം തടവും 2.5 ലക്ഷം രൂപ പിഴയുമാണ് പ്രതികൾക്ക് വിധിച്ചിരിക്കുന്നത്. വിചാരണ കാലം അനുഭവിച്ച തടവ് കുറച്ചുള്ള കാലം മതിയായിരിക്കും തടവ്, അതായത് 10 വർഷം തടവും പിഴയും നൽകിയാൽ മതി. എന്നാൽ ഈ 10 വർഷം തടവ് ജനപ്രതിനിധിയായി മത്സരിക്കുന്നതിന് തടസ്സമുണ്ടാക്കും. എന്നാൽ ഈ ശിക്ഷ വരുന്നതിന് മുൻപാണ് നോമിനേഷൻ കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. മത്സരിക്കുന്നതിന് സാങ്കേതിക തടസ്സം ഉണ്ടാകില്ല. ശിക്ഷ ഇപ്രകാരമാണ്: സ്ഫോടക വസ്തുക്കൾ കൈവശം വെച്ചു, അത് ഉപയോഗിച്ചു, ഒപ്പം കൊലപാതക ശ്രമം എന്നിവ ചുമത്തിയാണ് ഇപ്പോൾ 20 വർഷം തടവ് നൽകിയിരിക്കുന്നത്. ഇതിൽ 2 പേർക്കും തുല്യ ശിക്ഷയാണ് വിധിച്ചിരിക്കുന്നത്. പ്രതികളുടെ മുൻകാല ജീവിത പശ്ചാത്തലം കൂടി കണക്കിലെടുത്താണ് നിലവിൽ വിധി. ഇതോടൊപ്പം മത്സരിക്കുന്നതിന് തടസ്സം ഉണ്ടാകില്ല. എന്നിരുന്നാലും മത്സരിച്ച് ജയിച്ചു കഴിഞ്ഞാൽ സ്ഥാനാർത്ഥി കൗൺസിലായി തുടരുന്നതിൽ സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ്. നിലവിൽ ഇവർ വിജയിക്കുമോ, വിജയിച്ചാൽ രാജിവെക്കേണ്ട അവസ്ഥ ഉണ്ടാകും, വിജയിച്ചാൽ ഈ വിധി വളരെ നിർണായകരമാകും എന്നുള്ളതാണ്. ഏറെ കോളിളക്കം സൃഷ്ടിച്ച നടിയെ ആക്രമിച്ച കേസിലെ വിധി ഡിസംബർ 8-ന് പ്രഖ്യാപിക്കും. 7 വർഷം നീണ്ട വിചാരണ നടപടികൾക്കൊടുവിൽ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ഹണി M വർഗീസ് ആണ് വിധി പ്രസ്താവിക്കുന്ന തീയതി അറിയിച്ചത്. ഡിസംബർ 8-ന് എല്ലാ പ്രതികളും ഹാജരാകണമെന്നും വിധി പറയുമെന്നും കോടതി വ്യക്തമാക്കി. 2017-ലാണ് നടിയെ ആക്രമിച്ച കേസിന്റെ തുടക്കം. പിന്നീട് സിനിമാ മേഖലയിൽ നിന്നും അടക്കമുള്ള നിരവധി പ്രമുഖർ ഇതിൽ ഇടപെട്ടു. ഇപ്പോൾ നീണ്ട 8 വർഷങ്ങൾക്കിപ്പുറം ഇപ്പോൾ ഇതിന്റെ വിധിയിലേക്ക് എത്തി നിൽക്കുകയാണ്. നിരവധി കേസുകളും എല്ലാം തന്നെ ഉണ്ടായിരുന്ന ഒരു കേസിന്റെ ക്ലൈമാക്സിലേക്കാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. സിനിമാ മേഖലയിൽ ആദ്യമൊക്കെ ഇതിൽ വലിയ എതിർപ്പുകൾ ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ കേസിന് ആദ്യ നാളുകളിൽ ദിലീപ് ഇതിനെതിരെ തന്നെ പ്രതികരിച്ചിരുന്ന ഒരാളായിരുന്നു. എന്നാൽ പിന്നീട് മഞ്ജു വാര്യർ ഇതിൽ പ്രതികരിക്കുകയും ഒപ്പം ഈ കേസ് വലിയ വിവാദങ്ങളിലേക്ക് എത്തി നിൽക്കുകയും ചെയ്തിരുന്നു. അതിന്റെ തുടർച്ചയായി പിന്നീട് ദിലീപിനെ ചോദ്യം ചെയ്യൽ ഉണ്ടായതിൽ കേസെടുത്ത് അതിന്റെ എല്ലാം പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ കേസിന്റെ തുടർ നടപടിയിലേക്ക് എത്തി നിൽക്കുന്നത്. ശബരിമലയിൽ വൻ ഭക്തജനത്തിരക്ക്. ശരംകുത്തി മുതൽ സന്നിധാനം വരെ മണിക്കൂറുകൾ നീണ്ട നിരയാണ് ദൃശ്യമാകുന്നത്. ശബരിമലയിൽ സ്പോട്ട് ബുക്കിംഗ് 5000-ആയി പരിമിതപ്പെടുത്തിയിട്ടും വൻ ഭക്തജനത്തിരക്ക് തുടരുകയാണ്. ശബരിമലയിൽ ഇന്നും ഭക്തജന തിരക്ക് വളരെ രൂക്ഷമാണ്. ഇന്നലെ വൈകുന്നേരത്തോടെ തിരക്ക് ക്രമാതീതമായി വർദ്ധിച്ചു. ഇതിൽ ഹൈക്കോടതി ഇടപെടുകയും സ്പോട്ട് ബുക്കിംഗ് 5000-ആയി കുറച്ചു കൊണ്ടുവരികയും ഒക്കെ തന്നെ ചെയ്തിരുന്നു. സ്വാഭാവികമായും ഇന്നും 5000 എന്ന കണക്കിൽ തന്നെയായിരിക്കും സ്പോട്ട് ബുക്കിംഗ് ഉണ്ടാവുക. ഇന്നലെ അടക്കം വലിയ രീതിയിൽ തന്നെ തിരക്കുണ്ടായിരുന്നു. എന്നിരുന്നാലും 18-ാം തീയതി ഉണ്ടായ തിരക്കിന്റെ അത്രയ്ക്കുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. നിലവിൽ സംവിധാനങ്ങൾ എല്ലാം തന്നെ വളരെ കൃത്യമായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ശബരിമലയിൽ എത്തുന്ന ഭക്തജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങളെല്ലാം പരിഗണിക്കുന്നുണ്ട്. ഇനിയും തിരക്ക് തുടരാൻ തന്നെയുള്ള സാധ്യതയാണ് നിലവിലുള്ളത്. എത്യോപ്യയിലെ അഗ്നിപർവ്വത സ്ഫോടനത്തിൽ നിന്നുണ്ടായ ചാരമേഘങ്ങൾ ഇന്ത്യൻ സർവീസുകളെ പ്രതിസന്ധിയിലാക്കി. രാജ്യത്തൊട്ടാകെ 52 വിമാന സർവീസുകളെ ചാരമേഘങ്ങൾ ബാധിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി 7:30-ഓടെ ചാരമേഘങ്ങൾ ഒഴിയുമെന്നാണ് വിവരം. ആഫ്രിക്കൻ രാജ്യമായ എത്യോപ്യയിൽ ഉണ്ടായ സ്ഫോടനം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കിയത്.
സ്ഫോടനത്തിന് പിന്നാലെ വടക്കൻ ഇന്ത്യയിലേക്ക് ചാരമേഘങ്ങൾ നീങ്ങുകയും അതിനാൽ ഇതിലൂടെയുള്ള വ്യോമ ഗതാഗതത്തെ സാരമായി ബാധിക്കുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ കൊച്ചിയിൽ നിന്ന് അടക്കമുള്ള വിമാനങ്ങൾ നിരോധിക്കേണ്ടി വന്നു. അതിൽ വിമാനത്താവളത്തിനും വിമാന കമ്പനികൾക്കും ജാഗ്രതയും നൽകിയിട്ടുണ്ട്. നെടുമ്പാശ്ശേരിയിൽ നിന്നും ഉംറ തീർത്ഥാടകർ അടക്കമുള്ളവർ വളരെ ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ നിലവിലുള്ളത്. വിമാന എഞ്ചിനുകൾക്ക് തകരാറുണ്ടാകാൻ സാധ്യത ഉള്ളതിനാൽ ഇൻഡിഗോ അടക്കമുള്ള വിമാന കമ്പനികൾ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറത്തിറക്കി. വിമാനങ്ങളുടെ സുരക്ഷാ പരിശോധന നടത്തുവാൻ നിർദ്ദേശമുണ്ട്. കോഴിക്കോട് സ്വദേശിയായ വ്യവസായി മാമിയെ കാണാതായി 1 വർഷം പിന്നിടുമ്പോൾ അന്വേഷണത്തിൽ പുരോഗതിയില്ലെന്നാരോപിച്ച് കുടുംബം രംഗത്ത്. പോലീസിന്റെ ഭാഗത്തു നിന്ന് ഗുരുതരമായ വീഴ്ചയാണ് ഉണ്ടായതെന്നും നിർണായകമായ CCTV ദൃശ്യങ്ങൾ പോലും ശേഖരിച്ചില്ലെന്നും കുടുംബം ആരോപിക്കുന്നു. നമ്മൾ അത്രയും കാലമായിട്ട് ഉപ്പനെ വെയിറ്റ് ചെയ്ത് ഉപ്പയ്ക്ക് എന്താ പറ്റിയത് അത് നമുക്കറിയാനുള്ള റൈറ്റാണ്. എൻ്റെ റൈറ്റാണ് എൻ്റെ ഉപ്പയ്ക്ക് എന്താ പറ്റിയതെന്ന് അറിയാൻ. ഇത്രയും കാലമായിട്ട് ഇതുവരെ ഒന്നും തെളിഞ്ഞിട്ടില്ല. അപ്പോൾ ആരാണോ ഇതിൻ്റെ പിന്നിലുള്ളത് ദയവ് ചെയ്ത് നമ്മളെ അറിയണം, നമ്മളെ റൈറ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണോ ഇവർക്ക് ക്രൈംബ്രാഞ്ചിന് കുറേ റിപ്പോർട്ട് കിട്ടാനുണ്ടെന്ന് പറഞ്ഞു അതൊക്കെ ഒന്ന് പെട്ടെന്ന് ആക്കുകയാണെങ്കിൽ അവർക്ക് കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ ഒന്നും കൂടി എളുപ്പമാവും. അവരും ഇപ്പോൾ 1 year ആയി, അവർക്കും ഒരു രീതിയിലും അവർ മുന്നോട്ട് പോകുന്നില്ല. അവർ പോകുന്നുണ്ടെങ്കിലും അവർ കോൺഫിഡൻഷ്യലായിട്ടായിരിക്കും അവർ ചെയ്യുന്നത്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഒന്നും ഉപ്പനെ പറ്റിയിട്ട് അറിയാൻ പറ്റിയിട്ടില്ല. നമുക്ക് കേരള പോലീസ് എന്ന് പറഞ്ഞാൽ അത്രയും എഫിഷ്യൻ്റാണ് നമുക്കറിയാം. ബട്ട് സ്റ്റിൽ എൻ്റെ ഉപ്പൻ്റെ കാര്യത്തിൽ അത് എഫിഷ്യൻ്റ് അല്ലായിരുന്നു. അതിൻ്റെ ഒരു സങ്കടത്തിലാണ് നമ്മൾ. അപ്പം എത്രയും പെട്ടെന്ന് ഉപ്പയ്ക്ക് എന്താ പറ്റിയതെന്ന് നമുക്കറിയണം. ന്യൂസ് ബുള്ളറ്റിൻ പൂർത്തിയാകുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണാം.